കോഴിക്കോട് ദീപക് വിട പറഞ്ഞിട്ട് 2 ആഴ്ചയായി. കൊലയാളിയായ ഷിംജിത ജയിലിലായി. നല്ല സുരക്ഷയോടുകൂടി ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അവരുടെ തന്നെ വാഹനത്തിൽ ഷിംജിതയെ ആനയിച്ച് കൊണ്ടുപോകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ചേർത്ത് പിടിച്ച് സുരക്ഷയോടുകൂടി ദീപകിൻ്റെ കൊലയാളിയായ ഷിംജിതയെ കൊണ്ടുപോകുന്നത് ജനങ്ങൾ മൊത്തത്തിൽ കണ്ടതാണ്. അതിന് ഓരോരുത്തരും പ്രതികരിക്കുകയും ചെയ്തു. അവരവരുടെ വേദനകളെല്ലാം അവരവർ പറഞ്ഞു. ഈ ഒരു സ്ത്രീയെ കാരണം ആ ഒരു മനുഷ്യൻ ജീവനൊടുക്കേണ്ടി വന്നു. ഇതുപോലെ എത്ര പേര് എവളെ കാരണം ജീവൻ ഒടുക്കി കാണും. അവരൊന്നും കേസുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. അതുപോലെ ഒരുപാട് പേരെ ഇവള് ഇതുപോലെ ബസ്സിനകത്ത് വെച്ചിട്ടായിരുന്നാലും ഒരുപാട് പേരെ ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്ത് കാണും. ഈ ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാതെ നിന്ന ഒരു മനുഷ്യനെയാണ് ഇവള് ഇതേപോലെ കാണിച്ചത്. എന്നിട്ട് ഇവളത് ആസ്വദിച്ച് നിന്ന് വീഡിയോ പകർത്തി. ആ വീഡിയോ പകർത്തുന്ന സമയങ്ങളിലെല്ലാം അവൾക്ക് സന്തോഷം കൊണ്ട് അവൾ ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്നുകൂടി കാണാം. ഇതെന്താണ് സംഭവം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. നിങ്ങളാരും ശ്രദ്ധിക്കാതെ പോയ 1-2 കാര്യങ്ങളാണത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരൊറ്റ ആംഗിളിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല, പല ആംഗിളിലും വെച്ചുകൊണ്ട് എടുത്ത വീഡിയോ ആണ്. പൊന്നു സഹോദര, നമ്മളെല്ലാവരും കണ്ടതാണ്, നമ്മളെല്ലാവരും പ്രതികരിച്ചതാണ്. ഇത് യഥാർത്ഥത്തിൽ ആ ഒരു മനുഷ്യൻ്റെ കയ്യിൽ തെറ്റില്ല. ബസ്സിനകത്ത് നിൽക്കുന്നു. ആ പാവപ്പെട്ടവൻ അപ്പോഴ് വന്ന് ഇതിനകത്ത് അവൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ഇതിനകത്ത് കയറിയത്. ഇയാൾ വന്ന് നിന്നതിന് ശേഷം വന്ന് കറക്റ്റ് അവൾ നിൽക്കുന്നുണ്ട്. നിന്ന ഉടനെ തന്നെയാണ് അവൾ വീഡിയോ പകർത്തിയത്. എത്രയോ പേര് അതിനകത്ത് നിൽക്കുന്നു. ഈ ദീപകിൻ്റെ തൊട്ടപ്പുറത്തോട്ട് ഒരു പ്രായം ചെന്ന ഒരാൾ നിൽക്കുന്നു. അല്ലാതെയും ഒക്കെ ചേർന്ന് നിൽക്കണം. അയാൾ നേരെ തിരിഞ്ഞാണ് നിൽക്കണത്. ഇവള് നേരെ നിന്ന് വേറൊരു രീതിക്കാണ് ഇവൾ നിന്ന് വീഡിയോ പകർത്തിയിട്ട് പിന്നെ അവൾ ചെയ്തതാണ്. അവളെ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി, അവളെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെന്ന് തിരിഞ്ഞ് നിന്നിട്ടാണ് അവൾ വീഡിയോ പിന്നെ പകർത്തണത്. അവിടെ നോക്കുമ്പോൾ അവളെ ദേഹത്തോട്ട് ഈ മനുഷ്യൻ ഒന്നും ചെയ്യണില്ല. ഇയാൾ അറിഞ്ഞതുപോലുമില്ല. പാവം അടുത്ത സ്റ്റോപ്പാങ്ങാണ്ട് ഇറങ്ങണം, അതിന് വേണ്ടിയിട്ട് നിന്ന മനുഷ്യനാണ്. അതിൽ അവളുടെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്, എങ്ങനെയെങ്കിലും വൈറലാവണം, റീച്ച് ആവണം. ഈ വ്യക്തിനെ കൊണ്ട് അവളുടെ ശരീരത്തിൽ എങ്ങനെയെങ്കിലും തൊടിയിപ്പിച്ചേ പറ്റൂ. ആ തൊടുന്ന വീഡിയോ ഇതിൽ പകർത്തണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് അവൾക്കുണ്ടായിട്ടുള്ളത്. റീച്ചിന് വേണ്ടി ഏതറ്റം വരെ നാറിയ കളിയും കളിക്കുന്ന പല ആളുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുമാതിരായി പോയിട്ടു. ജനം ഒറ്റക്കെട്ടായിട്ട് അവൾക്കെതിരെ തിരിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അവളെ ശരീരത്തിൽ സ്പർശിക്കുന്നത് അവൾക്കൊരു പ്രശ്നമല്ല എന്നുള്ള ഒരു മട്ടിലാണ് അവളെ വീഡിയോ എടുത്തിട്ടുള്ളത്. അതെല്ലാം ഒരു മാന്യമര്യാദമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അറിയാതെ ആരെയും തട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അവിടുന്ന് മാറി ഒന്ന് സേഫ് ആവാനേ നോക്കുള്ളൂ. ആദ്യമൊക്കെ എടുക്കുമ്പോൾ ഇയാളെ ദേഹം തട്ടിപ്പോലും നിൽക്കുന്നില്ല, നല്ല അകലെയുണ്ട്. ഒരു കുട്ടിയാണെങ്കിൽ അവളെ ചേർന്നാണ് അവൾ അവിടെ ഇരിക്കോ നിൽക്കോ കണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ടാണ് ഈ ദീപക് നിൽക്കണത്. നല്ല നമുക്ക് കറക്റ്റ് അറിയാം അവളെ ദേഹത്തോട്ട് തൊട്ടല്ല നിൽക്കണത്. പിന്നെ അവൾ വേറൊരു രീതിക്ക് തിരിഞ്ഞു നിന്ന് അവൾ തൊടിയിപ്പിച്ചും കൊണ്ടാണ് നിൽക്കണത്. ഇല്ലെന്തോ വെച്ച് കെട്ടിയിട്ട് അവൾ കൊണ്ടുവച്ച് ഒരയ്ക്കും കണക്കാണ് ഇവിടെ നിന്ന് വീഡിയോ പകർത്തണം. ഇതല്ല, ഇത് എങ്ങനെങ്കിലും എന്നെ തട്ട് എന്ന് പറഞ്ഞാണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. എങ്ങനെങ്കിലും റീച്ചായ തട്ട് എന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും ഒന്ന് പിടിയെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. മാത്രം മതി. എന്ത് നാരെ പണി കാണിച്ചിട്ടായാലും വേണ്ട, ആരെ കൊന്നിട്ടായാലും വേണ്ട, എന്ത് കാട്ടിട്ടായാലും വേണ്ടില്ല. എന്നിട്ട് ഇതൊക്കെ പോരാത്തതിന് അവളുടെ ഒരു ചേമ്പിലൊരു വിശദീകരണം വേറെ. പൊന്നാറിൻ്റെ സുഹൃത്തുക്കളെ, അവൾക്ക് കിട്ടേണ്ടത് കിട്ടുന്നത് വരെ എല്ലാവരും പോയി ഇറങ്ങാൻ സമയത്ത് ഈ മനുഷ്യൻ ബാഗ് എടുക്കുന്ന സമയത്താണ് ഇയാളെ മുട്ട് കയറി. അവൾ തിരിഞ്ഞ് നിന്ന് എടുക്കുകയാണല്ലോ വീഡിയോ. അപ്പം ഈ ആളിൻ്റെ ദീപകിൻ്റെ മുട്ട് കയറി കൊള്ളണത് ബാഗ് ഇങ്ങനെ എടുത്ത വഴിക്ക്. അപ്പോഴവൾ ഇങ്ങനെ നിങ്ങളെല്ലാവരും കണ്ടാ അപ്പം എൻ്റെ വെച്ച് കെട്ടിയിടത്ത് ഒരച്ച് എന്നുള്ള ഒരു മട്ടിൽ അവൾ ചിരിക്കുന്നുണ്ട്. തന്നെ വേണം. കാരണം ഇത് കണ്ട് നാളെ വേറൊരാൾ വരില്ല എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതിന് മുൻപ് ഇതേപോലെ ഒന്ന് നടന്ന് അത് ഭയങ്കര ഹൈപ്പിൽ അവൾക്ക് അക്കൗണ്ടൊക്കെ ഭയങ്കര ഫോളോവേഴ്സൊക്കെ കയറി ഭയങ്കര റീച്ച് ആയിക്കണം. അത് കണ്ടപ്പോൾ അതിന് ഇൻസ്പിറേഷൻ ആയതാണ് ഇപ്പോൾ ഇത് കണ്ടിട്ട് വേറെ ആരെങ്കിലും നാളെ വരും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ്, അവൾക്ക് വരും. ഉറപ്പായിട്ട് ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ വരും. ഇങ്ങനെ സ്വന്തമായിട്ട് അവരെ ശരീരം കൊണ്ട് ആണുങ്ങളെ ഇവരെ സ്ഥിരം പരിപാടി ഇതാണ്. ഉരച്ചതിന് ശേഷം
വീണ്ടും ഇവർക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഇവർ പോസ്റ്റ് ചെയ്തും കൊണ്ട് വരും. പക്ഷേ ആ പാവങ്ങളൊന്നും പ്രതികരിച്ച് മുന്നോട്ട് വരികയോ ദീപക് ചെയ്ത കണക്ക് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ടായിരുന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തവരുണ്ടോ? ഈ സാധനം ഈ ഷിംജിത മുസ്തഫ ഇങ്ങനെ വേറുള്ളവരെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ അവരൊക്കെ ഇതുപോലെ രംഗത്ത് വരാത്തവരായിരിക്കാം. ഇതുപോലെ ഒരുപാട് പേർക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവളിൽ നിന്നും അവരാരും രംഗത്ത് വന്നിട്ടില്ല. എവള് പണം തട്ടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു. നിയമത്തിൻ്റെ വഴിയിൽ കിട്ടന്നെ വേണം. അതിനെ എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടന്നെ വേണം. ആ അച്ഛനും അമ്മക്കും നീതി വാങ്ങിക്കിട്ട് അച്ഛനും അമ്മക്കും നീതി കിട്ടുന്നത് വരെ എല്ലാവരും ഒറ്റക്കെട്ടായി പൊരുതണം. അവളെ ഫോളോ ചെയ്ത് അവളെ ഭയങ്കര ഹൈപ്പിലെ കൊണ്ടുപോകുന്ന കുറേ ആളുകളുണ്ട്. നാണല്ലല്ലോ ചെങ്ങായിമാർ എനിക്കൊന്നും. ഒരാളെ കൊലക്കൊടുത്തിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണം ഉണ്ടല്ലോ നാറികൾ. ഇങ്ങനെ ഉള്ളവർക്കൊന്നും ഒരു ഉളുപ്പുമില്ല. എവളെ സഹോദരൻ രംഗത്ത് വന്നായിരുന്നു. ഇതൊക്കെ എവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷമാണ്. അവൻ നേരിട്ടല്ല പരാതി കൊടുത്തിരിക്കണത്, അല്ലാതെ കൊടുത്തായിരുന്നു. ഇതുപോലെ എൻ്റെ സഹോദരിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആളുടെ പേരൊന്നും വെച്ചിട്ടില്ല. എടാ നിൻ്റെ സഹോദരി അല്ലേടാ സാമാനം കൊണ്ടുവച്ച് ഉരച്ചു കൊടുത്തത്, പിന്നെന്തിനാണ് നീ രംഗത്ത് വന്നത്? അപ്പം നിൻ്റെ എല്ലാ എണ്ണത്തിനും ഈ പരിപാടി തന്നെ. ഈ സംഭവം ആ വീട്ടിലുള്ള എല്ലാ എണ്ണത്തിനും എല്ലാ എണ്ണവും ഇവക്ക് കൂട്ടാണ്. എല്ലാ എണ്ണവും പണത്തിന് വേണ്ടി ചെയ്തതാണ്. ഇങ്ങനെ ഉണ്ടാക്കണ പണം നിനക്കൊക്കെ തികയോ? അമ്മേരെ കരച്ചിൽ കണ്ടിട്ട് ഏതെല്ലാം ജില്ലകളിൽ നിന്നാണ് അവരെയൊക്കെ ഹൃദയം പൊട്ടിയുള്ള സങ്കടങ്ങൾ അറിയിച്ചത്. ആ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ കാലനായിട്ട് വന്ന നല്ല അമ്മേ, ഇവള് കാലത്തിയായിട്ടാണ് വന്ന. മകൻ്റെ കാലത്തിയായിട്ട് അതിനകത്ത് കയറി മകൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയ പുന്നാര മോളാണ് അമ്മേ. അത് പറയാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. നീതി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. എവിടാ പോലീസ് സംരക്ഷിക്കുന്നുണ്ട്. അവൾ അതിനകത്ത് ഭയങ്കര ആക്രമം കാണിക്കുന്നുണ്ട്. എവക്ക് മെത്തേൽ കിടക്കണം, എവക്ക് കട്ടിൽ വേണം, മെത്തേൽ കിടക്കണം, എവക്ക് കൊതുകടി കൊള്ളാൻ പറ്റൂല. ഭയങ്കര അക്രമം കാണിക്കുന്നുണ്ട്. ഇവളെല്ലാം വാരി എറിയുന്നുണ്ട്. പിന്നെ വനിതാ പോലീസിനെയൊക്കെ ഇവൾ ഉപദ്രവിക്കുന്നുണ്ട്. ഇവളെ അഭിനയം ഇതൊക്കെ ഇവക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങണം. ഇവക്ക് പറ്റിയത് ആരെപ്പോലെ ഉള്ളവരാണ്. ഇവളെ സ്ത്രീയാണെന്നുള്ള ഒരു ഇത് കൊടുക്കരുത്. ഇവളെ ഇടയിലോട്ട് കൊണ്ടിടേണ്ടത് ആരെയാണ്? ചെന്താമരയെ പോലെയുള്ളവരെ കൊണ്ടിടണം. ചെന്താമര 3 കൊലക്കേസ് പ്രതിയാണ് ചെന്താമര. ഒരു വീട്ടിലുള്ള 3 പേരെ കൊന്നിട്ട് പോയി. ഇപ്പോൾ വിയൂർ ജയിലിലോ അങ്ങനെ എങ്ങാണ്ട പോയി കിടക്കുകയാണ് കണ്ണൂർ. അപ്പോൾ ഇങ്ങനെ ഉള്ളവരെയാണ് കൊണ്ടുവന്ന് അവിടെ ഇടാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ വെഞ്ഞാറമൂട് അഫാനുണ്ടല്ലോ, അഫാനെ പോലെ 6 കൊലയാളി 6 പേരെ കൊന്ന കേസിലെ പ്രതി പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടപ്പുണ്ട്. ഇങ്ങനെയുള്ള ഈ അഫാനെയോ അങ്ങനെ കൊണ്ടുവന്ന് ഇവളെ ഇടയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇവക്ക് അപ്പോഴും ഇവളെന്തോ ചെയ്യും? അഫാനെ കൊണ്ടിട്ട് വരയ്ക്കും. പിന്നെ ചെന്താമരയെ വേണമെങ്കിലും കൊണ്ടിട്ട് അരച്ചു കൊടുക്കും. ചെന്താമരയെ കൊണ്ടിട്ടാലും അഫാനെ കൊണ്ടിട്ടാലും എവളെ സ്ഥിരം പരിപാടി ഉരയലാണ്. അവിടെ ഉരസിയിട്ട് അതിൽ നിന്ന് പണം നേടാൻ നോക്കും. വേണമെങ്കിൽ നമ്മളെ ഏമാമാർ ചിലപ്പോൾ അറിയാൻ പറ്റൂല. മൊബൈലൊക്കെ കൊടുത്താൽ എന്തോ അവിടെയൊക്കെ ഉള്ള വ്യൂ ഒക്കെ പിടിച്ചെടുത്ത് അവൾക്ക് ഇനി ഇറങ്ങിയതിന് ശേഷം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം. ഇവക്ക് ജാമ്യം കൊടുത്തില്ല, 2 ദിവസം മുമ്പ് ജാമ്യം കൊടുത്തിട്ടില്ല. ഇവക്ക് ജാമ്യം കൊടുക്കരുത്. പിന്നെ അതിനുശേഷം കുറേ ഫെമിനിച്ചികൾ മൂക്കുകയറും ഇട്ടും കൊണ്ട് വന്ന് നിന്നും കൊണ്ട് പറച്ചിലേക്കണ്ടേ ഫെമിനിച്ചികളാണ്. ഈ 2 ഫെമിനിസ്റ്റുകൾ വന്നിരുന്നും കൊണ്ട് മൂക്ക് കയറൊക്കെ കണ്ണാടിയൊക്കെ അങ്ങോട്ടെടുത്ത് ഫിറ്റ് ചെയ്ത് കണ്ണിനെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നണം. ഒരു ഇതൊക്കെ വെച്ച് എന്തരാണോ എന്തോ ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് പണ്ട് നമ്മൾ ഈ ഓലയിലൊക്കെ ഉണ്ടാക്കൂലേ, ഓലക്കാൽ വെച്ചിട്ട് കണ്ണാടി ഉണ്ടാക്കി കളിക്കൂലേ, അതേ കണക്കൊങ്ങനെ ഊളൻ്റെ കണക്ക് വന്നിരുന്നു മൂക്ക് കയറൊക്കെ ഇട്ടും കൊണ്ട് വന്നിരുന്നു പറയണയൊക്കെ. ഫെമിനിസ്റ്റുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കണത്? ഷിംജിത മുസ്തഫയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നിരിക്കുന്നു നാറികള്. വേറൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു എന്ന് കണ്ടു എന്ന് പറയുന്നത് വെറും കള്ളത്തരവാ. കാരണം അത് ഒരിക്കലും വിശ്വസിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി വേണം. ആ പെൺകുട്ടി പരാതി വേണം, അല്ല ഇവരോടെങ്കിലും ഒരു പരാതി പറയണം. നിന്റെ വീട് എവിടാ എന്നെങ്കിലും അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. നമുക്ക് വേറൊരു പെൺകുട്ടിയെ കൂടെ ഇങ്ങനെ ചെയ്തെന്നു ദീപക്. പിന്നെ അവന് വേറൊരു പണിയില്ലേ, നല്ല മര്യാദയോടുകൂടി ബസ്സിനകത്ത് കയറി ഇറങ്ങി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ നിൽക്കണ മനുഷ്യൻ എവള് കൊണ്ടിട്ട് വെച്ച് കെട്ടിയിട്ട് എല്ലാം കൂടെ കൊണ്ട് ചോരച്ചേന്. അയ്യ നാണമില്ലല്ലോ. ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്.
ഇവര് ഹൈലി ക്വാളിഫൈഡ് ആണ്, MA BEd കാരിയാണ്, പൊതുപ്രവർത്തകയാണ്, 35 വയസ്സോളം പ്രായമുണ്ട്, സാമൂഹികമായിട്ട് നല്ല അറിവുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കൂലെന്നാണ് പറയണത്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇത്രയെങ്കിലും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? അങ്ങനെ ഉള്ളവരാരും ചെയ്യൂല. ഇവള് മനഃപൂർവ്വം കാലത്തിയായിട്ട് ഇറങ്ങിയത് കൊല്ലണം. ഈ മനുഷ്യനെ ലക്ഷ്യമിട്ട് കയറി. ഇനി ഇവളെ ഈ പിന്നിൽ ഇനി ആരൊക്കെയോ കളിച്ച് എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു, ഇപ്പൊ ഇവർ ജയിലിൽ കിടന്നു. ഇത് രണ്ടുപേരും തമ്മിൽ ഒരു പരിചയമില്ലാത്ത ആളുകളാണ്. വെറുതെ ബസ്സിൽ യാത്ര ചെയ്തു. ഇപ്പൊ ഇവർ എന്തിനാണ് ബസ് യാത്ര എന്നുള്ളത് പോലീസ് കൂടുതൽ അന്വേഷിക്കുമ്പോഴേ പോയതാണ്. അല്ലല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ആൾക്കാര് അരുണിമ ബാക്ക് പാക്കർ അരുണിമ പോലെയുള്ള ആൾക്കാര് റിയൽ ആയിട്ടുള്ള അബ്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനിടയിൽ എന്ത് കമന്റുകളാണ് വരുന്നത്? അപ്പൊ ഇത്തരം കമന്റ് വരുന്ന സമൂഹത്തിൽ വീണ്ടും ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് എല്ലാരും ഒന്നും മസ്താനിയുടെ ഇതിലും മസ്താനിയൊക്കെ പോസ്റ്റ് ചെയ്യണേലായിരുന്നാലും അതുപോലെ അരുണിമ ബാക്ക് പാക്കർ അരുണിമ പോസ്റ്റ് ചെയ്യണ എല്ലാവരും ഒന്നും കമന്റ് ഇടില്ല. എത്രയോ നല്ല കമന്റുകളും ഉണ്ട്. ഈ നാറികളെ പോലെ ഇതേ കണക്കത്തെ സ്വഭാവം അരുണിമയൊക്കെ എത്രയോ സ്ഥലത്ത് യാത്ര ചെയ്യണം. അവരിങ്ങനെയുള്ള ഇത് ചെയ്യണം. അവരെന്തൊരു സ്നേഹമാണ് ഈ അരുണിമയൊക്കെ പോകുന്നിടത്ത്. ഇവള് അവരെ വർണ്ണിക്കണ എന്തിന്? ഇവളെ വായിൽ ഈച്ച കയറൂലേ? ഇവള് വായും തുറന്നു വെച്ചും കൊണ്ട് യഥാർത്ഥ വിഷയത്തിൽ പോലും നെഗറ്റീവ് കമന്റുകൾ വരുന്ന ഇതുപോലെ ഫ്രോഡുകൾ ഉള്ളതുകൊണ്ടാണ്. എടി പെണ്ണുമ്പിള്ളേ വാ തുറപ്പി, പിന്നെ ഓലക്കാല് കണ്ണാടി വെച്ചോളെ. നിന്റെ സ്വഭാവം അതുകൊണ്ട് തുറന്നു വെച്ചേക്കണുണ്ടില്ലേ അവളാ? വാ വീഡിയോക്കകത്ത് നേരെ തിരിഞ്ഞു നിന്നാണ് ആദ്യം വീഡിയോ എടുക്കുന്നത്. കുറെ സമയത്തിന് ശേഷം പിന്നീട് തിരിഞ്ഞു നിന്ന് ആ കുട്ടിയുടെ ശരീരഭാഗം മുട്ടിക്കുന്ന രീതിയിൽ പോയി നിന്നാണ് ആ സുഹൃത്തിന് ആ ദീപകിന്റെ ഇളവി നിനക്ക് കാണാൻ വയ്യേ? നമ്മൾ ഉണ്ടാക്കിയത്. ആ സ്ത്രീ ആദ്യം നേരെ നിന്ന് വീഡിയോ പിടിക്കുന്നുണ്ട്. അപ്പൊ അയാളെ ശരീരം ഒട്ടും തട്ടുന്നില്ല. പിന്നെ വീണ്ടും ചെന്ന് ഇവള് അങ്ങോട്ടാണ് കൊണ്ടുവച്ച് തിരിഞ്ഞു നിന്നിട്ടാണ് ഇവള് വീഡിയോ എടുക്കുന്നത്. അയാളെ കൈമുട്ടിൽ കൊണ്ടുവച്ച് ഇവള് ഒരച്ചിട്ട് അവള് നിന്ന് ഇങ്ങനെ ചിരിക്കണം. ഞങ്ങളുടെ ശരീരത്തിൽ അപമര്യാദയായിട്ട് ഒരാള് തൊടുകയോ അല്ലെങ്കിൽ ലൈംഗിക ചുവയോടുകൂടിയുള്ള നോട്ടമോ ഉണ്ടായാൽ ഞങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കും. അങ്ങനെ ഉണ്ടായില്ല. ഇനി വേറൊരു കുട്ടിയെ പറയുന്നു ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത് കണ്ടു. ഇതുവരെ ആ കുട്ടി ഇതുവരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയും? അത് അപ്സ റെജി എന്ന് പറഞ്ഞൊരു കുട്ടീനെ ആണ് ആദ്യം ഇള ഉപദ്രവിച്ചെന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ ഷിംസിത ആ കുട്ടിയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു ശക്തമായ തെളിവ് കൊണ്ടെന്നില്ല? അയ്യോ, പെൺകുട്ടി ഇവള് പെണ്ണൊന്നും അല്ല, ഇവള് ആണാങ്ങാണ്ടേണ് ഷിംസിത. ഇവള് വെച്ചുകെട്ടാങ്ങാണ്ടേണ് വെച്ചുകെട്ടി ഇറങ്ങിയ ആളുകളെ പറ്റിക്കാനായിട്ട് നടക്കണത്. മറ്റേ ആ പെൺകുട്ടി രംഗത്ത് വരണില്ല. ഇയാളെ അവളെ എന്തോ ചെയ്തെന്ന് മറ്റോള് പറഞ്ഞുണ്ടാക്കണല്ലേ? ആ കാലത്തി പറഞ്ഞുണ്ടാക്കണല്ലേ? പിന്നെ ഇവക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടില്ല. അവള് ജയിലിൽ തുടരുകയാണ്. അതുപോലെ ഇവളെ മൊബൈല് പരിശോധന എങ്ങാണ്ടേക്ക് പരിശോധിച്ചെന്ന് പറയുന്നു. അത് ചില സ്ഥലത്തുള്ള വാർത്തകളാണ്. മൊബൈല് പരിശോധിച്ചു 7 വീഡിയോസ് അങ്ങാണ്ടേ ഉണ്ട്. 7ഓളം വീഡിയോ പകർത്തി എന്ന് പറയുന്നു. പിന്നെ അതുപോലെ ഈ ദീപക്ക് മരിക്കണേൻ്റെ അന്ന് ഈ ബസ്സിൽ വെച്ചുള്ള സംഭവം നടന്നതിൻ്റെ അന്ന് ദീപക്ക് 40,000 45,000 രൂപയോ ദീപക്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വലിച്ചതായിട്ട് പറയുന്നു. പണം എന്തിന് ദീപക്ക് എടുത്തു? ഇതെല്ലാം പോലീസ് നല്ലതുപോലെ അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെ അറിയാൻ കഴിഞ്ഞത് ഈ സ്ത്രീ ബസ്സിനകത്ത് കയറിയിട്ടായിരുന്നാലും ഇതുപോലെ കൊണ്ട് ഉരയ്ക്കും. അത് സ്ഥിരം പരിപാടിയാണ്. ഈ ഷിംജിത മുസ്തഫ കൊണ്ടുവച്ച് ഉരച്ചതിന് ശേഷം ഭീഷണിപ്പെടുത്തി പണം തട്ടലാണ് ഇവളെ സ്ഥിരം പരിപാടി എന്നാണ് പറയുന്നത്. അപ്പം ഈ വീട്ടിലുള്ളവർ എല്ലാവരും ഇതിന് ഒത്താശ നിന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഈ അനിയൻ ഇമെയിൽ വഴിയാണ് അയച്ചത്. എൻ്റെ സഹോദരിക്ക് ഒരാളിൽ നിന്ന് അപമാനം ഉണ്ടായി എന്നുള്ളത് അയച്ചത്. കള്ളത്തരം എല്ലെണ്ണം കൂട്ട് നിൽക്കുകയാണ്. വീട്ടിലുള്ളതും കണക്ക്. ഈ കാലനായിട്ട് വന്ന കാലത്തി പറയണ
അടുത്ത വാക്ക് കേൾക്കാം. ഭയങ്കര എന്തൊരു ഇവളെന്തോന്നാണ് സൈക്കോളജിസ്റ്റ്. എടി നീ ആടി എന്നാ പറയടി. വടകര കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 2.5 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ദുബായിലെത്തി. ഇവിടെ നോക്കിക്കേ, മെട്രോ നിനക്ക് സ്ഥിരം ഇങ്ങനെ കറങ്ങി നടക്കൊക്കെ തന്നെയല്ല, ഇതും പൊക്കി പിടിച്ച് നീ കറങ്ങി നടന്ന് എല്ലാ ആണുങ്ങളെ ദേഹത്തും കൊണ്ടിട്ട് ഒരച്ചൊരച്ചെടി തേയ്മാനം വരൂലേ? മെട്രോ ഉണ്ട്, നല്ല പാലങ്ങൾ, റോഡ് സൗകര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാടിന്റെ മഴയും ആ മണ്ണിന്റെ മണവും ഉമ്മാന്റെ ചോറും അതൊന്നും അയ്യോ, മണ്ണിൻ്റെ മണവും നാടും ഉമ്മാൻ്റെ ചോറും അയ്യോ അതൊന്നും ഇവിടെ കിട്ടൂല. എടി കൊലയാളി, എടി നീ നാടിനെ കുറിച്ചൊക്കെ പറയാൻ നിനക്ക് എന്ത് യോഗ്യത? ഉമ്മാൻ്റെ ചോറ്, എടി നിൻ്റെ ഉമ്മാൻ്റെ ചോറിനെ കുറിച്ച് നീ പറയേ. നിൻ്റെ ഉമ്മാൻ്റെ ചോറെന്ന് പറയുമ്പം നിൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ഇങ്ങനെ ആണെന്നുള്ള ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി. പണം പണം പണം, ഹണി ട്രാപ്പിൽ ആണുങ്ങളെ വരുത്തിയിട്ട് പണം തട്ടണം. നീ ലക്ഷങ്ങളല്ലേ തട്ടിയത്? നീ ലക്ഷങ്ങൾ എന്തുമാത്രം തട്ടിയിട്ടുണ്ട് ഹണി ട്രാപ്പുകാരി. പക്ഷെ ഒരു കണക്കിന് നമ്മളെ ജനറേഷൻ നല്ല ഭാഗ്യവാന്മാരാണ്. കാരണം ഇടയ്ക്കിടയ്ക്കെങ്കിലും നാട്ടിൽ തോന്നുമ്പോൾ പോയിട്ട് വരാൻ കഴിയുന്നുണ്ടല്ലോ. പക്ഷെ പണ്ടത്തെ കാലത്തൊന്ന് ആലോചിച്ച് നോക്ക്, 4-5 വർഷമൊക്കെ ഇവിടെ നിന്നിട്ട് നാട്ടിൽ വരുന്ന പ്രവാസികളെ കഥ. എങ്ങനെയാണെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, എല്ലാ പ്രവാസികളുടെ മനസ്സിലും വലിയൊരു വേദനയുടെ കഥയായിരിക്കും. എത്ര പ്രവാസികളെ ഇവള് കയ്യിലെടുത്തിട്ടുണ്ട്, എത്ര പ്രവാസികളെ പാവപ്പെട്ടവരെ ഇവള് മുതലെടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയണില്ലേ പ്രവാസികളെ കണക്കുള്ള ഉമ്മാരെ ചോറ്. എടി നീ ഇപ്പം കിടന്ന് ജയിലിൽ നിന്ന് എന്തോന്ന് ഉണ്ട തിന്നണ, എന്തോ അറിയാൻ വയ്യ. ഉണ്ടേന്ന് അവൾക്ക് കൊടുക്കൂല, അവൾക്ക് പ്രത്യേക പരിഗണനയാണ് അതിനകത്ത്. അയ്യോ, മട്ടനും ബിരിയാണിയും ചിക്കനും പൊറോട്ടയും പിന്നെ ചപ്പാത്തിയും പിന്നെ പാലും മുട്ടയും എല്ലാം ഒന്ന് ശരീരമൊക്കെ നല്ലൊന്ന് പുഷ്ടിച്ചിറങ്ങണ്ടേ. അതിന് വേണ്ടി പോരെങ്കിൽ പിന്നെ നല്ല VIP കൊണ്ടുപോകും കണക്കല്ലേ കൊണ്ടുപോയത്. അപ്പം നിനക്ക് അതിൻ്റേതായ സുരക്ഷയുണ്ട്. എടി നിനക്ക് അവിടെ മൊബൈലും കിട്ടും. എടി നീ അവിടെയുള്ള റീൽസൊക്കെ പിടിച്ച് കാണുമല്ലേ? അതന്നെ, അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നീ ഇറങ്ങാനുള്ള ഉദ്ദേശമല്ലേ? നീ ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള ഉദ്ദേശമല്ലേ? ദീപക് കേസിൽ പ്രതി ഷിംജിത മുസ്തഫ മഞ്ചേരി വനിതാ ജയിലിൽ റിമാൻഡിൽ തുടരും. ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. ജാമ്യാപേക്ഷയിൽ ശനിയാഴ്ച വിശദമായ വാദം കേട്ടാണ് കോടതി വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിയത്. ഷിംജിത നിരപരാധിയാണെന്ന് ഷിംജിതയുടെ അഭിഭാഷകൻ വാദിച്ചു. ജാമ്യം കിട്ടിയാൽ പ്രതി നല്ല നിരപരാധി. അത് പിന്നെ അവർക്ക് കുറേ പണം കിട്ടുമല്ലോ. പണം കിട്ടുമ്പോൾ പിന്നെ അവരതിനൊത്തല്ലേ നിൽക്കുള്ളൂ, അത് എനക്ക് വാദിക്കുള്ളൂ. സമ്മാന കുറ്റകൃത്യം നടത്താനിടയുണ്ടെന്നും ജാമ്യം നൽകുന്നത് മറ്റുള്ളവർക്ക് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരണയാകുമെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. സമൂഹത്തിൽ പ്രശസ്തിയും പോസ്റ്റുകൾക്ക് കൂടുതൽ റീച്ചും അതുവഴി സാമ്പത്തിക ലാഭവും കിട്ടാനാണ് പ്രതി കുറ്റം ചെയ്തതെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവള് റിമാൻഡിലാണ്, അവള് അവിടെ മഞ്ചേരി ജയിലിലാണ് കിടക്കണത്. കിടന്നാലും അവൾക്ക് നല്ല ഇതാണ് കേട്ടാ, അവൾക്ക് ഒരു കുഴപ്പമില്ല, അവളെ വീട്ടിനെക്കാട്ടി സുഖമാണ്. പ്രതി ഷിംജിത മുസ്തഫ ഇപ്പോഴും മഞ്ചേരി ജയിലിൽ തന്നെ തുടരുകയാണ്. അവർക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ അവരിപ്പോൾ വീണ്ടും മേൽക്കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഇന്ന് ആ കോടതി നടപടികളിലേക്ക് കടന്നേക്കും എന്ന്. 1 മണിക്കൂറായുള്ളൂ ഈ വാർത്ത വന്നിട്ട്. അപ്പോൾ അവൾ മേൽക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷ, മിക്കവാറും അവിടെ നിന്ന് അവൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. നേരത്തെ കുന്നമംഗലം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അവരുടെ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രതി ജാമ്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് മേൽക്കോടതിയെ സമീപിക്കാൻ പ്രതി തയ്യാറെടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പോലീസ് ഇതുവരെ ഈ കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവർ റിമാൻഡിലായി ഇത്ര ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കാത്ത, ഇവളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാത്തത് എന്ത്? പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ ഫോൺ സൈബർ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ കൂടി ലഭ്യമായാൽ മാത്രമേ ഇതൊക്കെ ഒരു കാരണമായി. സൈബർ പരിശോധനയ്ക്ക് ഇവളെ ഷിംജിത മുസ്തഫയുടെ ഫോൺ അയച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇത് രേഖകൾ തെളിവുകൾ വന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ കിട്ടിയില്ലേ?
ലഭിച്ച ശേഷം പോലീസിന് ഉപകാരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ രേഖകൾ കൂടി ലഭിച്ച ശേഷം ചോദ്യം ചെയ്യലിലേക്കും അതോടൊപ്പം തന്നെ തെളിവെടുപ്പിലേക്കും കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ ജനരോഷം തണുക്കുക എന്നുള്ളതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ നിർണായകമായിരുന്നു. നമുക്കറിയാം, വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. സ്വാഭാവികമായിട്ടും ആ പ്രതിയെ തെളിവെടുപ്പിനും മറ്റും എത്തിക്കുമ്പോൾ ജനരോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് മുന്നിൽ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഷിംജിത നൽകിയിട്ടുള്ള തനിക്ക് ബസ്സിൽ അധിക്ഷേപം നേരിട്ടുവന്ന പരാതിയിലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അല്ല, എവളിങ്ങനെ പറയണത് കൊണ്ട് എവളെ സംരക്ഷിക്കാനായിട്ട് വെച്ചിരിക്കുന്നു പോലീസ് പോലും. ജനങ്ങൾ ജനരോഷം പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് എവളെന്തൊരു ചോദ്യം ചെയ്യണ്ടേ പോലീസ്? കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യാത്തതെന്ത്? ഇവളതിനകത്തിട്ട് നല്ല യഥത്തിന് തിന്ന് ക്ലാച്ചിറക്കാനായിട്ട് അവളെ നിർത്തിയിരിക്കണം. ഒരു ദിവസം എത്ര 650-700 രൂപ ഉണ്ട്. ഇപ്പം 2 ആഴ്ച ആവാൻ പോണു. ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ മേൽക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ എനിക്ക് തോന്നുന്നത് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് പോലീസിൻ്റെ ഒരുപാട് അനാസ്ഥ മൂലം ഷിംജിതയുടെ മൊബൈൽ സൈബർ പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുന്നു, ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ രേഖകളൊന്നുമില്ല. ഏമാമാർ അതിലെഴുതി വെക്കണ്ടേ ഇന്ന കാരണങ്ങളാണെന്ന്. അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ തെളിവുകൾ പോയാൽ പിന്നെ അതുപോലെ ഈ മോള പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടില്ല, പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടില്ല. ഇവളിപ്പോഴും ജയിലിലാണ് തുടരണത്, മഞ്ചേരി ജയിലിലാണ് തുടരുന്നത്. അപ്പോൾ പിന്നെ അതിലെന്തോന്ന് പോലീസ് ഇവളെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്തോന്ന് നീതി, 10 വർഷം വരെ ഇവർക്ക് തടവ് ശിക്ഷ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പ്രധാനപ്പെട്ട രേഖകളൊന്നും ഹാജരാക്കാതെ കോടതിയിൽ സമർപ്പിക്കാതെ എന്തോന്ന് തെളിവ്? ഈ പോലീസ് ഏമാമാർ എനിക്ക് തോന്നണത് ഇവളെ പക്ഷമാണ്. ആദ്യം കൊണ്ടുപോണ കാണുമ്പോഴേ അറിയാം ഇതിൻ്റെ പിന്നിൽ നല്ല കളി നടക്കുന്നുണ്ട്. ആ അമ്മയ്ക്കും അച്ഛനും എന്തായാലും മകനെ നഷ്ടപ്പെട്ടു, നീതി കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പും തോന്നണില്ല. അവൾ സുഖമായിട്ട് ഇപ്പോൾ അവൾക്ക് 10-700 രൂപ ഒരു മാസം, ഇപ്പോൾ 15 ദിവസവും കണ്ടാവാൻ പോകും. 650 വെച്ചിട്ടായിരുന്നാലും 10-10,000 രൂപ ഇത്രയും ദിവസം കൊണ്ട് ജയിലിൽ കിടക്കുന്നവർക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ 15 ദിവസം ആയിരുന്നാലും ഇവക്ക് 10-10,000 രൂപ അവൾ സമ്പാദിച്ച് എന്തെങ്കിലും മാന്തി നിന്നാലും കിട്ടും. പിന്നെ നല്ല ഫുഡ്, അതുപോലെ അവൾക്ക് കട്ടിലും മെത്തയൊക്കെ വേണമെന്നും പറഞ്ഞ് ഭയങ്കര എല്ലാം കിടക്ക സൗകര്യങ്ങൾ എല്ലാം ഒത്തു പോരെങ്കിൽ ഇനിയിപ്പോൾ ഒരു മൊബൈലും കൂടെ മിക്കവാറും കിട്ടിയിട്ടുണ്ട്. ഇവൾക്ക് സുഖ ജീവിതമല്ലേ, ഇവളെ സംരക്ഷിക്കാൻ ആളുണ്ട്. ഇതാണ് ആ അമ്മയ്ക്കും അച്ഛനും നീതി കിട്ടും എന്ന് ഒരു ഉറപ്പും തോന്നണില്ല. കിട്ടാൻ വേണ്ടി ഈ ജനങ്ങളായ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ജയിലിൽ ഇത്രയും സുഖ സൗകര്യത്തോടു കൂടി കഴിയുന്ന ഷിംജിത മുസ്തഫ ഇനി അടുത്തത് ജയിലിൽ എന്താണ്? നമ്മളെ ഷിംജിതയുടെ കല്യാണമാണ് നമ്മുടെ ഏമാമാർ നടത്തി കൊടുക്കും. എങ്ങനെയുണ്ട്? ഇനി നമ്മൾ ആരെയായിരിക്കും വെളിയിൽ കൊണ്ടിറങ്ങണേ? ചെന്താമര തന്നെയാണോ പുരുഷൻ? അതേ നമ്മളെ അഫാനാണോ? ചെന്താമര മതി എന്നാണ്. അല്ലെങ്കിൽ അഫാനായാലും കുഴപ്പമൊന്നുമില്ല, ഇതാകുമ്പം നിനക്ക് പറ്റിയതാണ്, നീ പിന്നെ ആരെയും കൂടെ പോവില്ല. ചെന്താമരയെ പോലെ ഉള്ളവരാണ് നിൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ നീ ഇനി ഒരു പുരുഷനെ നീ കൈവയ്ക്കൂലടി മോളെ. അതുപോലത്തെ ഒരാളിനെ നമ്മളെ ഏമാമാർ കണ്ടെത്തി കൊടുക്കണേ ഷിംജിത മുസ്തഫയ്ക്ക്.